ശബ്ദം പോയതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. മൈക്കിലാവുമ്പോൾ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ജനകീയ കോടതി കഴിഞ്ഞ ദിവസത്തെ വട്ടിയൂർക്കാവ് അജിത്ത്, നമ്മുടെ അക്കാമ AKMA ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ എല്ലാമായ വട്ടിയൂർക്കാവ് അജിത് കുമാർ ജനകീയ കോടതിയിൽ വന്ന് തേഞ്ഞൊട്ടി പിരിഞ്ഞ് കരഞ്ഞോടുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഹാഷ്മി നല്ല രീതിയിൽ പൊരിച്ചടുക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വിഷ്വൽസ് ഒന്നും ഞാനെടുത്ത് വെക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിലുണ്ടായ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. എനിക്ക് പേഴ്സണലി ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ പെട്ട ഒരുപാട് പേര്, ഇവർ ഗ്രൂപ്പ് വിട്ടിട്ട് പോയ ഒരുപാട് പേര്, ഇവർ പ്രവാസികളുടെ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യുക. പിന്നെ ഈ ലൈഫിൽ ഓരോ സിറ്റുവേഷൻ കാരണം സ്ത്രീകളോട് അതിഭീകരമായ വെറുപ്പും ദേഷ്യമുള്ള ആളുകളൊക്കെ അവരെന്ത് ചെയ്യും, ഇവിടുത്തെ കൂട്ടത്തിൽ കൂട്ടും. എന്നിട്ടിപ്പോൾ ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ, ഇവനെ പോലുള്ള ഒരു ഫ്രോഡ് ക്രിമിനൽ ചെങ്ങായിൻ്റെ ഒപ്പം നിന്നിട്ടാണ് മെൻസ് അസോസിയേഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് പ്ലക്കാർഡും പിടിച്ച് റോട്ടിൽ നിൽക്കുന്നത് കാണുമ്പോൾ രാഹുൽ ഈശ്വർ, യു ബെറ്റർ ചെക്ക്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം, റീചെക്ക് ചെയ്യണം. നിങ്ങൾ ആരുടെ കൂടെയാണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി കൈ കോർക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതോ നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡീലുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ബട്ട് യു ബെറ്റർ. ഓക്കെ, നിങ്ങൾ ഒരു ഡിഫറെൻറ്റ് ഫേസാണ്. നോട്ട് ലൈക്ക് ദിസ് അജിത് കുമാറിനെ പോലത്തെ ഒരു ഫേസ് അല്ല നിങ്ങൾ. ഐ തിങ്ക് യു ഹാവ് എ ബെറ്റർ ഫേസ്, ബെറ്റർ ഇമേജ് ഇൻ സോഷ്യൽ മീഡിയ ഓർ പബ്ലിക്കിൽ. നിങ്ങൾക്കൊരു ബെറ്റർ ഇമേജ് ഉണ്ട്. ഇവനെ പോലുള്ള ഫ്രോഡുകളുടെ ഒപ്പം പോയി നിന്നിട്ട് ഇവൻ്റെ ഫ്രോഡ് പണികൾ പുറത്ത് വരുമ്പോൾ അത് നിങ്ങൾക്കും കൂടി ബാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറും. ഓക്കെ, അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഞാൻ കുറച്ച് ഓഡിയോസ് ഇയാളുടെ പ്ലേ ചെയ്യാം. വട്ടിയൂർക്കാവ് അജിത്തണ്ണൻ. എടുത്തു ചാടില്ല ഏട്ടാ, എടുത്തു ചാടില്ല. എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ കാശ് വന്നു കഴിഞ്ഞാൽ 10 ദിവസത്തെ, അതുവരെ എനിക്ക് സമയം കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ കാശ് വന്നു കഴിഞ്ഞാൽ 10 ദിവസം സമയം കൊടുക്കും. വട്ടിയൂർക്കാവ് ജംഗ്ഷനിലും എൻ്റെ സ്ഥലമായ മൂന്നാമൂട് ജംഗ്ഷനിലും എൻ്റെ അമ്മയുടെ വീട്, എൻ്റെ ആ കുടുംബ വീടിൻ്റെ ഫ്രണ്ടിലും ഫ്ലക്സ് വച്ച് പറയും, ഇന്ന ആളിനെയും, എൻ്റെ അമ്മയെയും എൻ്റെ ആദ്യ ഭാര്യയെയും കൊല ചെയ്യും, വധിച്ചിരിക്കുമെന്ന് ബോർഡ് വച്ച്, ഫ്ലക്സ് ബോർഡ് വച്ച് അനൗൺസ് ചെയ്ത് എല്ലാ മാധ്യമ പരസ്യവും ചെയ്ത് മാത്രമേ കാര്യങ്ങളിലോട്ട് പോകൂ. ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. ഞാൻ ചെയ്യേണ്ട എല്ലാ പരിപാടികളും ചെയ്ത് മാത്രമേ ചെയ്യൂ. പോലീസ് സ്റ്റേഷനിൽ പരാതി നമ്മൾ കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇന്ന് വരെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതാരും പുറത്തു പോലും അറിയില്ല. പക്ഷെ ഇത് ഞാൻ മാധ്യമങ്ങളെല്ലാവരും അറിയും, പോലീസുകാരറിയും, മുഖ്യമന്ത്രി വരെ അറിയും. എല്ലാ തലത്തിലും അറിയിച്ച് മാത്രമേ 10 ദിവസത്തെ സമയം കൊടുത്ത് മാത്രമേ ഈ സംഭവം ചെയ്യൂ. നല്ല കേരളം കത്തി നിൽക്കുന്ന ഒരു ചർച്ചയാക്കിയിട്ട് ഞാൻ എൻ്റെ അമ്മയും എൻ്റെ പഴയ ഭാര്യയും കൊന്നിരിക്കും. ഇവനും ഇപ്പം അടുത്ത് ചെന്താമര, നെന്മാറയിൽ നിന്ന് ആളുകളെ കൊന്ന ചെന്താമരയും തമ്മിൽ എന്താ മാറ്റം? പകയാണ് മനസ്സിനകത്ത്. ഭാര്യനെ കൊല്ലണം, അമ്മേനെ കൊല്ലണം, കാശിന് വേണ്ടി, ഫെയിമിന് വേണ്ടി, എന്തോ വലിയ സംഗതി ചെയ്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. ചോദിച്ചു കഴിഞ്ഞാൽ പറയും വെള്ളത്തിൻ്റെ മുകളിൽ പറഞ്ഞതാണ്, ആൽക്കഹോൾ അടിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. മൂന്നക്കുറ്റി നോക്കി ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ ആൽക്കഹോളും ഉണ്ടാവില്ല, ബോധമില്ലായ്മ ഉണ്ടാവില്ല. സൊസൈറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പല ആണുങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം അത് ഭയങ്കരമായിട്ട് രാഹുൽ ഈശ്വർ ഉണ്ടല്ലോ, വട്ടിയൂർക്കാവ് അജിത്ത് ഉണ്ടല്ലോ, ഓൾ കേരള മെൻസ് അസോസിയേഷൻ, അവർ നമുക്ക് വേണ്ടിയിട്ട്. ആരുമില്ലടേ, അവരൊക്കെ അവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവനെ പോലുള്ള പക്ക ക്രിമിനൽസ്. ഇവൻ വെള്ളം അടിച്ചുകൊണ്ട് അമ്മേനെ കൊല്ലും, ഭാര്യനെ കൊല്ലും എന്ന് പറയുന്നു. ഇവൻ അതേ മൂഡിൽ പോയിട്ട് കൊന്നു കളഞ്ഞാൽ ഇവൻ പൊട്ടനല്ല എന്ന് ഇതിൽ പറയുന്നുണ്ട്. ഇവൻ ശരിക്കും പൊട്ടനല്ല. കാര്യം എന്താ പറയുക, ഇവൻ പറഞ്ഞ പോലെ ഫ്ലെക്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ നാട് മൊത്തം മീഡിയനെ അറിയിച്ചിട്ടോ ഒരാളെ കൊല്ലാൻ പറ്റുമോ? എന്താണ് ഇപ്പോൾ ഈ വോയിസ് പുറത്തു വന്നല്ലോ. ഇവനെ പോലുള്ള പക്ക ക്രിമിനൽസിനെ സഹിച്ച് എങ്ങനെയാണ് ആ ഗ്രൂപ്പിൽ ആളുകൾ ഇരിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. എന്തൊരവസ്ഥയാണ്. ആണിന് നീതി നടപ്പാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക, അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ അതൊക്കെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ചെയ്യണം. ഓക്കെ, ഫൈൻ. കാരണം ആണുങ്ങൾക്കെതിരെ ഒരുപാട് കള്ളക്കേസുകൾ വരുന്നുണ്ട്, ആണുങ്ങൾ ഒരുപാട് പേര് ചതിയിലും വഞ്ചനയിലും പെടുന്നുണ്ട്. ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ളത് ഞാനും പറയുന്നുണ്ട്. പക്ഷെ ഇവനിലൂടെയൊന്നും അല്ല ആണുങ്ങൾക്ക് ഈ പറഞ്ഞ മെൻ കമ്മീഷൻ കിട്ടേണ്ടത്.
കാരണം ഇവനൊന്നും അല്ല അതിനുള്ള ആൾക്കാർ, ഇവനൊക്കെ പക്ക ഫ്രോഡ് സാധനങ്ങൾ. ഇനി ഒരു ചാനൽ ചർച്ചയിൽ ധന്യാരാമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി ഇവനെ വലിച്ച് കീറുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഇവനും തിരിച്ചങ്ങോട്ട് എടി പൊടിയെന്ന് വിളിച്ചിട്ടുണ്ട്. ഇവൻ ഈ ലേഡീനെ കുറിച്ചുള്ള ഈ ഗ്രൂപ്പിൽ ഈ ലേഡിക്കെതിരെ, അതായത് ഇവൻ്റെ എന്തോ കൊട്ടേഷൻ ഗ്യാങ് പോലെയാണ് ഈ വട്ടിയൂർക്കാവ് അജിത്ത് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷനിലെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇവന് പൈസയ്ക്ക് ഇവൻ ആരോടെങ്കിലും ദേഷ്യം തീർക്കാണ്ടെങ്കിൽ അതിന്, ഇവൻ ആരെങ്കിലും ഒരാളെ സ്കെച്ച് ചെയ്യാനോ തല്ലാനുണ്ടെങ്കിൽ അതിന് വേണ്ടി ഇവൻ കൊണ്ടു നടക്കുന്ന ഗുണ്ടാ സംഘം മാത്രമാണ് ഈ AKM എന്ന് പറയുന്നത്. നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേൾക്കുക. ഈ പറഞ്ഞ ലേഡിക്കെതിരെ ചാനൽ ചർച്ച കഴിഞ്ഞതിന് ശേഷം ധന്യാരാമൻ എന്ന് പറഞ്ഞ ലേഡിക്കെതിരെ ഇവൻ കോപ്പ് കൂട്ടുന്നത് നിങ്ങൾ കാണും. വ്യത്യസ്തമായിട്ടുള്ള വേറൊരു പരിപാടി കൂടി ചെയ്യണം. ചാണകവെള്ളം ധന്യാരമ്യയുടെ ദേഹത്തൊഴിക്കും എന്ന് നമ്മൾ ഒരു അനൗൺസ് ചെയ്യുന്നു, എല്ലാ പത്രമാധ്യമങ്ങളെ അറിയിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ചെയ്താൽ മാധ്യമ ശ്രദ്ധ കൂടി കിട്ടുകയാണെങ്കിൽ ഇത് വലിയൊരു പൊളിയാവാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഭയങ്കരമായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കിടന്ന് മറ്റുള്ള സമയങ്ങളിലുള്ള ഈ റാലിയും ജാഥകളും നടത്തുന്നതിനേക്കാളും എത്രയോ വലിയൊരു മൈലേജ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? പത്രമാധ്യമം നമുക്ക് അല്ലെങ്കിൽ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളെയൊക്കെ നമുക്ക് സുഹൃത്തുക്കളെയൊക്കെ വിളിക്കാം. അതോടൊപ്പം തന്നെ ഈ മാധ്യമ സിറ്റിക്കകത്തായതുകൊണ്ടും ഇത് ഇങ്ങനെ അവളെ ഇങ്ങനെ നമ്മൾ ചാണകവെള്ളം തളിക്കുകയാണ്. ചാണകവെള്ളം തളിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മാനസികവും ശാരീരികവുമായ മനസ്സും ശരീരവും എല്ലാം വെറും നികൃഷ്ട ജീവിയാണ് രമ്യ എന്നുള്ള ധന്യാരാമൻ ഒരു നികൃഷ്ടജീവിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത്. ആളുകൾക്കെതിരെ ചാണകവെള്ളം തെളിപ്പിക്കുക, ചാണകം കൊണ്ട് അറിയിക്കുക, ഏതും മുഴുത്ത കാട്ടസംഖ്യയാണ് നീ. പിന്നെ ഇവൻ പറഞ്ഞ പോലെ ചാണകം കുളിപ്പിക്കുന്നതും ചാണകവെള്ളം തളിക്കുന്നതും ശുദ്ധികലശത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അജിത്താണ് കാലത്ത് കിടന്ന് ആണ്ണാക്കും പൊളിച്ച് വെച്ച് കുറേ ചാണകമുള്ള വിഴുങ്ങ് സ്വന്തം മേത്ത് കൂടി കുറച്ച് ഒഴിച്ചു തരാൻ പറ. ആ പോയ്സൺ അങ്ങനെയെങ്കിലും കുറച്ച് ശുദ്ധമാവട്ടെ. സെൽഫായിട്ട് ആദ്യം ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ചാണകവെള്ളം തിളപ്പിക്കുന്ന പരിപാടി നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇതാണ് ഇയാളുടെ പരിപാടി. കാശ് വേണം എന്ന് പറഞ്ഞിട്ട് എരന്ന് പിടിച്ച് ഈ പ്രവാസികളാണ് ഇയാളുടെ വലയിൽ കൂടുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും. പിന്നെ പോക്സോ കേസിലകത്ത് പോയ കുറേ ആളുകൾ പുറത്തിറങ്ങുമ്പോൾ എന്തോ വലിയൊരു സംഭവം ഈ ചെങ്ങായി അവർക്ക് ചെയ്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് തന്നീശിക്കാരി ശമ്പു ലൈനാണ്. ബോച്ചേൻ്റെ കേസിലൊക്കെ ഇങ്ങനെ വോയിസ് കിടക്കുന്നുണ്ട്. ചിരിയാവും അങ്ങനത്തെ സാധനങ്ങൾ. ഞാനെങ്കിൽ ഒരു വോയിസ് കൂടി പ്ലേ ചെയ്യാം. പിന്നെ ഞാൻ വളരെ ആലോചിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. നമ്മുടെ ഈ ഗ്രൂപ്പില് അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷി ഉള്ളവരോടാണ് എൻ്റെ ആവശ്യം ഞാൻ ഉന്നയിക്കുന്നത്. ആവശ്യം ഉന്നയിക്കുക മാത്രമല്ല, നിങ്ങൾ അത്യാവശ്യം ചതിക്കാത്തവർ എന്നുള്ള നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ചതിക്കാനും പാടില്ല. എന്തെന്ന് വെച്ചാൽ, എനിക്കിപ്പോ വിജയിക്കണമെങ്കിൽ ലേശം കാശിന്റെ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഞാൻ കൊലപാതകം വരെ ചെയ്യാം. 2 പേരെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് എൻ്റെ അമ്മ, ഒന്ന് എൻ്റെ മുൻ ഭാര്യ, എൻ്റെ 3 മക്കളുടെ അമ്മ. ഇവരെ 2 പേരെ ആയിരിക്കും ഞാൻ കൊല്ലാൻ പോകുന്നത്. അപ്പോ എനിക്ക് നിലവിൽ ഒരു 5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. എനിക്ക് നിലവിൽ 50 ലക്ഷം രൂപയുടെ വസ്തുവുമുണ്ട്. ആ വസ്തു ഞാൻ നിങ്ങളുടെ പേരിൽ അഡ്വാൻസ് ആയിട്ട് വേണമെങ്കിൽ അഡ്വാൻസ് എഴുതിത്തരും. നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ പോയി എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ ഞാൻ അത് പതിച്ച് നിങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്യും. 5 ലക്ഷം രൂപ ഇപ്പോൾ ചിലവുണ്ടെങ്കിലും അത് ഒരു 20 ലക്ഷം രൂപ വരെ ആവാം. കാര്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കൺവിൻസിങ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇവനാണ് റിയൽ കൺവിൻസിങ് സ്റ്റാർ. ഈ പെണ്ണുങ്ങളോട് ഭയങ്കരമായ ദേഷ്യമുള്ള ആണുങ്ങളുള്ള ഗ്രൂപ്പിനകത്ത് സ്വയം അമ്മയെ കൊല്ലും, ഭാര്യയെ കൊല്ലും എന്ന് പറയുന്നത് ഒരു തരം മാസമായിട്ടാണ് ഇവൻ അവിടെ കൊടുക്കുന്നത് ആളുകൾക്ക്.
അങ്ങനെ കൊടുക്കുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾ ഇവർക്ക് ഓൾറെഡി ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു അസോസിയേഷൻ്റെ അടുത്തേക്ക് ഇവർ വരുന്നത്. അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ തന്നെ 5 ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ സ്വന്തം ഭാര്യ അമ്മയെ തീർക്കുന്നൊക്കെ ഓപ്പണായിട്ട് ഗ്രൂപ്പിൽ പറഞ്ഞു, വാ ചങ്കൂറ്റമുള്ളവൻ പട്ടികൾക്ക് അബാച്ചി എത്തുന്നൊക്കെ വിചാരിച്ചിട്ട് കാശ് കൊടുത്ത് മണ്ടന്മാരാകുന്ന കുറേ പൊട്ടന്മാരുണ്ട് ഇതിനകത്ത്, ആയിട്ടുള്ളവന്മാരുണ്ട്. ഏതോ ഒരുത്തൻ ഭാര്യനെയും കുട്ടീനെയും കാണിച്ചു തരണം, അങ്ങനെ സ്കീം എന്തോ പറഞ്ഞു, ഭാര്യയല്ല കേട്ടോ, കുട്ടീനെ കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ എന്തോ സ്കീമിന് വേണ്ടി 40,000-40,000 രൂപ കൊടുത്തിട്ട് അതിൻ്റെ വോയിസ് വന്ന് കിടക്കുന്നുണ്ട്. ഓട്ടോറിക്ഷ ഇവൻ ഏതൊരു ചെങ്ങായിക്ക് വിട്ടിട്ട് ആ ചെങ്ങായിനെ വലിപ്പിച്ച് അയാൾക്ക് ആകെ സീനാക്കി. ലാസ്റ്റ് CC-ക്കാർ പിടിച്ചുകൊണ്ടുപോയോ അതോ ഇയാളെന്നെ എടുത്തുകൊണ്ടുപോയോ എന്നറിയില്ല. പാവത്തിന് ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ടു, 1 ലക്ഷം രൂപയും പോയി. എടാ ഗജ ഫ്രോഡ്. ഞാൻ പറഞ്ഞല്ലോ, രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ പോയി പെട്ട സ്ഥലം ரொம்ப പ്രമാദം ആണ് പറയാനുള്ളത്. ഇവനിലൂടെയൊക്കെ വല്ല പുരുഷ കമ്മീഷനും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണുങ്ങളെ ഗതികേട് എന്നേ പറയാനുള്ളൂ. ഇമാതിരി ഫ്രോഡുകൾ. പിന്നെ ആ പുരുഷ കമ്മീഷൻ വെച്ച് എന്തൊക്കെ കളി നാട്ടിൽ കളിക്കൂടെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഇന്നലെ ഹാഷ്മി പറഞ്ഞ പോലെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്നുള്ള പേരിലൊന്നുമല്ല ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉള്ളത്. മെൻസ് അസോസിയേഷൻ ഓഫ് കേരള എന്നൊക്കെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ കിടക്കുന്നതും അതിൻ്റെ പേര് കിടക്കുന്നതും. അതിൻ്റെ മോട്ടീവ് എന്താണ് ഈ അസോസിയേഷൻ്റെ എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ വിവരാവകാശം കൊടുത്തിട്ടൊക്കെ നോക്കേണ്ടി വരും. ഒരു വോയിസ് കൂടി പ്ലേ ചെയ്യാം. ആലോചിച്ച് നോക്ക്, മദ്യരാശി. ഇവൻ ആരെ പിടിപ്പിച്ച കഥയായി പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഏതാണാണാവോ അവരെ ഭാര്യമാരെ അവർ കൊണ്ടുപോയി കൊടുത്തത്. അത് ഇനി വീരശൂരത്വം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ വായ്ത്താളടിച്ച് വിടുന്നതാണാവോ ഇവൻ. ഇതൊക്കെയാണ് ഇവന്മാരെ ഗ്രൂപ്പിലെ ഡിസ്കഷനും, ഇതൊക്കെയാണ് ഇവന്മാരെ വീരവാദം പറച്ചിലും. നിങ്ങളൊന്ന് ആലോചിക്കും. ഇപ്പം 24 ന്യൂസിൽ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞല്ലോ, ഹാഷ്മി കണക്കിന് കൊടുത്ത് എൻ്റെ മക്കളെ ഇവരെ ഗ്രൂപ്പിൽ ഹാഷ്മീനെ ഇപ്പം തീർക്കും ഇപ്പം പറയുന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ വോയിസുകൾ കുറേ വേറെ വന്ന് കിടക്കും. അജിത് കുമാർ അണ്ണന് വേണ്ടിയിട്ട് അണ്ണന് ന്യൂഇയർ അണ്ണനക്ക് ഉടൽ അണ്ണനക്ക് എന്ന് പറഞ്ഞാൽ പാണ്ടിപ്പണ സെറ്റപ്പിലാണ് വീട്ടുകളെ പല കാര്യങ്ങളും. കോമഡിയാണ് തിരിച്ച് കേടാ, കോമഡി സാധനങ്ങളാണ്. ഗ്രൂപ്പ് വിട്ട് പോയവരോ അല്ലെങ്കിൽ വേറെ സംഘടന ഉണ്ടാക്കി ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അജിത്ത് അതെണ്ണ ഉറഞ്ഞ് തുള്ളി വരും. വന്നതിന് ശേഷം പിന്നെ വേറെ സ്കീം, ഏത് അവൻ്റെ ലൊക്കേഷൻ കിട്ടണം, അവനെ ട്രേസ് ചെയ്യണം, കേസ് ഇട്ട് കൊടുക്കണം, പെട്ടിക്കണം. അങ്ങനെ വേറൊരു അസോസിയേഷൻ ഇവിടെ വേണ്ട കേരളത്തിൽ. ഓൾ കേരള മെൻസ് അസോസിയേഷൻ മതി കേരളത്തിൽ. ഗ്രൂപ്പ് വിട്ട് പോയാലാണെന്നുണ്ടെങ്കിൽ അവർ ജീവിക്കാൻ സമ്മതിക്കില്ല. ജാതി റോക്കറ്റടി ഇയാൾ. ഇനി ഈ ഞാൻ പറഞ്ഞ ഹാഷ്മീനെ അതായത് ഞാൻ വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്യാം. ഞാൻ കൊടുത്തു നന്നായിട്ട്, കൊടുത്തു എന്ന് പറഞ്ഞാൽ കൊടുത്തു. ഞാൻ ചോദിച്ചെന്താറോ, ഇത് 6 നമ്പറാ സാർ പറയൂ എന്ന് പറഞ്ഞു. പട്ടി പൂറി മോളെ, ഞാൻ ഇപ്പോൾ ഒരു പെണ്ണാ പറഞ്ഞ പട്ടി പൂറി മോളെ. ആ ആഷ്മി എന്ന് പറഞ്ഞ ആ ചെറ്റയും കുറെ ചെറ്റകളുണ്ടല്ലോ, ഈ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട്, പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും വേണ്ടി ഒരുപോലെ ഒരേ ലെവലിൽ വേണ്ടേ? എന്നിട്ട് നിങ്ങൾ അവിടെ കിടന്ന് ചെലച്ച് വട്ടിയൂർക്കാവിനെ അങ്ങനെ കുട്ടിച്ചോറാക്കില്ല. പട്ടി പൊരിയാടി മക്കളെ, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് ചോദിച്ചാൽ കുറെ തെറി അങ്ങ് പറഞ്ഞു, പരട്ടത്തെറി. തെറി കേട്ടിട്ട് ആ ഒരു ഫോൺ വെച്ച് കഴിഞ്ഞാൽ പൂറെ നിന്നെ വിടില്ല പറഞ്ഞു. വെക്ക കേക്ക് എന്ന് പറഞ്ഞു. ആഷിമ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ടല്ലോ, ആണും പെണ്ണും കേട്ടെന്ന് നാറി എന്നിട്ട് ഞാൻ നല്ല കൊടുത്തിയാണ്. ഇവൻ്റെ ഈ കൊടുക്കലും ഞാൻ കേൾപ്പിച്ചേറാ. ഇവൻ ഈ അടിക്കുന്ന വീരവാദം ഗ്രൂപ്പിനകത്ത് ഇവന്മാരെല്ലാം പുലികളുണ്ട്. 2 ആടിച്ച് വാളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ കിങ്ങാ. പിന്നെ ഗ്രൂപ്പിനകത്ത് ഇവന്മാരെ വീരവാദം പറച്ചിലാണ്. അണ്ണൻ ഇവന്മാരെ തലപ്പത്തിരിക്കുന്ന വട്ടിയെടുക്കുക, വെജിത്തണ്ണം വേറെ ലെവലായതുകൊണ്ട് പിന്നെ ഇരിക്കുന്ന വാലുകളും കുറയാൻ പാടില്ലല്ലോ. ഓഫീസിലേക്ക് വിളിച്ച് കൂടുതൽ തെറിയഭിഷേകം നടത്തിയെന്നാണ് പറഞ്ഞത്. ഹലോ 24 ന്യൂസ് അല്ലേ? ആണല്ലോ സാറേ, ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. ഞാനൊരു ലൈവ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനിപ്പം സാറിന് നമ്പർ തപ്പിയെടുത്ത് വിളിക്കുന്നത് കേട്ടോ. എനിക്ക് അതിനെ പറ്റി ഒന്ന് സംസാരിച്ചോട്ടെ. ജസ്റ്റ് ഞാൻ ആഷ്മി മനസ്സിലായില്ല പറഞ്ഞേ. ഈ ആഷ്മി പങ്കെടുത്ത് ഇപ്പോൾ ഒരു ലൈവ് നടന്നില്ലേ, മെൻസ് അസോസിയേഷൻ്റെ ആ പുള്ളിയുടെ ഒരു ലൈവ് നടന്നില്ലേ, ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ ലൈവ്? ആ ലൈവ് ന്യൂസ് വിട്ടില്ലേ ഇപ്പോൾ? അതിനെപ്പറ്റി ഒരു കാര്യം പറയാനായിരുന്നു. ഓക്കെ, ഈ ആഷ്മിയുടെ കോൺടാക്ട് നമ്പർ ഒന്ന് കിട്ടുമോ? കാരണം ഞാൻ ഒന്നും പറയത്തില്ല, നിങ്ങൾ ഇത്രയും ഒരു റീച്ചിന് വേണ്ടിയിട്ട്, ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാരെ കൊല്ലുന്ന രീതിയിലുള്ള ന്യൂസ് ചെയ്യല്ലേ പ്ലീസ്.
നിങ്ങൾ കാര്യം അറിയാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല. എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയണേ. ഞാൻ സാധാരണക്കാരനാണ്, ഇങ്ങനെ സംസാരിക്കാൻ അറിയാത്ത ഒരാളാണ്. ഞാനൊരു പ്രവാസിയായിരുന്നു. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ വേദന വെച്ചിട്ട് ഞാൻ ഇപ്പോൾ സംസാരിക്കും. ആ ന്യൂസ് കണ്ടിട്ട് എനിക്ക് അത്രയും കലി വന്നിട്ടാണ് ഞാൻ സാറിനെ വിളിക്കുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾ അറിയാതെയാണോ ഈ ക്യാഷിന് എത്ര പുരുഷന്മാർ ചങ്ക് പൊട്ടി ചാവുന്നുണ്ട് നിങ്ങൾക്ക് അറിയാവോ? വല്ലതും അറിഞ്ഞിട്ടാണോ നിങ്ങൾ സംസാരിച്ചത് ഈ മെൻസസിനെ പറ്റി കുറ്റങ്ങളൊക്കെ പറഞ്ഞേ? സാറേ, നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടാണോ അല്ല അറിയാതെയാണോ ഒന്ന് പറയാവോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഇവന്മാരെല്ലാം ഈ രീതിയിലുള്ള മപ്പേഷികളാണ്. ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ പുലിക്കുട്ടികൾ. ഞാൻ തെറി വിളിച്ചു, പെണ്ണാണ് ഫോൺ എടുത്തത്, അപ്പുറത്ത് വിളിച്ച് കരഞ്ഞ് കാലുപിടിക്കണ മാറികളെ. കഷ്ടം നിങ്ങളുടെയൊക്കെ ഗതികേട് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇമാതിരി അജിത്ത് വട്ടിയൂർക്കാവ് അജിത്ത് ഇവൻ്റെയൊക്കെ വാക്കും കേട്ട് ഇറങ്ങിപ്പിടിച്ച് കാശും കളഞ്ഞ് ഇതെന്തോന്നാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒരു അസോസിയേഷൻ ഉള്ളത് നല്ലതാണ്. ഓക്കെ, കാരണം ഒരുപാട് ഫേക്ക് കേസുകളും കാര്യങ്ങളും ആണുങ്ങൾക്കെതിരെ വരുന്നുണ്ട്, ഫൈൻ. പക്ഷെ ഇവനൊന്നും അല്ല അതിനു വേണ്ടി നടക്കേണ്ടതും ഫൈറ്റ് ചെയ്യേണ്ടതും. രാഹുൽ ഈശ്വർ മാൻ, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ആരുടെ കൂടെ നിന്നിട്ടാണ് ഈ ഒരു പ്രവർത്തിക്ക് ഇറങ്ങി തിരിച്ചത്? യു പ്ലീസ് ബെറ്റർ ചെക്ക് ദീസ് പീപ്പിൾസ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, പിന്നെ കുറച്ചധികം കാലമായിട്ട് നിങ്ങൾ ഇവരുടെ കൂട്ടത്തിൽ കൂടെയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല അളിയ. കാരണം അതൊന്നും നിങ്ങൾ അറിയാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുക. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമസ്തേ, സലാം, ബബൈ എന്ന് നിങ്ങളോട് പറയാനുള്ളൂ. ഇവനൊന്നും മെൻസ് അസോസിയേഷൻ നമുക്ക് ഉണ്ടാക്കി തരണ്ട. ആണുങ്ങൾക്ക് അസോസിയേഷൻ ഇവനൊന്നും ഉണ്ടാക്കണ്ട. ഈ വട്ടിയൂർക്കാവ് അജിത്തൊന്നും കുളച്ചുണ്ടാക്കി തന്നിട്ടാണ്. അങ്ങനത്തെ അസോസിയേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വില പോയി കിട്ടും. ഇമ്മാതിരി മൂച്ച ഉളകളാണ് ഇവന്മാരൊക്കെ.